നബിതങ്ങൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഉയർന്ന ഉമ്മത്തി, നമ്മളൊരു താഴ്ന്ന ആളുകൾ, മുസ്ലിമീങ്ങൾ മറ്റുള്ളവർക്കിടയിൽ ഒരു മോശക്കാർ, മുസ്ലിമീങ്ങൾ തമ്മിൽ തന്നെ ഒരാൾ മറ്റേയാൾ, ഇതല്ല. നബിതങ്ങൾ എല്ലാവർക്കും പുരോഗതി, എല്ലാവർക്കും അഭിമാനം, എല്ലാവർക്കും അന്തസ്, എല്ലാവർക്കും ഇസ്സത്ത്. അതിനെപ്പറ്റി നമ്മളെ മൗലിദിന്റെ കിതാബ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണും. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം. നിങ്ങൾ ഇൻ്റെ അപ്പം അതൊക്കെ ചെല്ലിങ്ങാണ്ട് പോരാണ്ടെങ്കിൽ ഞാൻ വേഗം പറയുള്ളൂ കേട്ടോ. ഇത് റബീഉൽ അവ്വലാണ്. നിങ്ങൾ എല്ലാവരും കൂടി ചെല്ലിയിട്ട് വേണ്ട എത്തുന്നില്ലല്ലോ ഇപ്പം. ഇത് എവിടെ ഇപ്പം യാ നബി സലാം എന്നൊക്കെ ചെല്ലാൻ നമുക്ക് മലക്കുകളും കൂടി കേൾക്കണ്ട എന്നുള്ള നിലക്ക് അത്ര സ്വകാര്യാക്കേണ്ട സംഗതി അല്ലത്. നമ്മൾ യാ നബി സലാം, സലാമത്ത്, സലാമത്ത് എന്ന് പറഞ്ഞാൽ രക്ഷ, അഭിവൃദ്ധി, പുരോഗതി, കാവല്, സംരക്ഷണം, ഇതൊക്കെ ചേർന്നതാണ് സലാമത്ത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ദിവസം ചെല്ലണം. അതിൻ്റെ മറ്റൊരു വാക്കാണ് യാ നബി സലാം. നമ്മൾ ഈ യാ നബി സലാം ഇങ്ങനെ ചെല്ലുന്നത് കൊണ്ട് എന്തൊക്കെ രക്ഷ നമുക്കുണ്ട്? സലാമത്തുൽ ബദൻ, നമ്മുടെ ശരീരത്തിന് രക്ഷ. സലാമത്തുൽ മാൽ, സമ്പത്തിന് രക്ഷ. സലാമത്തുൽ ഇർദ്, അഭിമാനത്തിന് കാവൽ. സലാമത്തുൽ ഇയാൽ, കുടുംബത്തിന് സംരക്ഷണം. സലാമത്തുൽ ഖബർ, ആരുമില്ലാത്ത ഖബറിലേക്ക് ഒരു കൂട്ടുകാരൻ. സലാമത്തുൽ ഖിയാമ, അന്ത്യദിനത്തിലെ ഏറ്റവും വലിയ കാവൽ. ഇതൊക്കെ കിട്ടുന്ന സംഗതിയാണ് ഏത്? യാ നബി സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും. അവിടെ ശറഫുലന മൗലിദിൽ മുത്തനബിന്റെ ഒരു അടയാളം പറയുന്നുണ്ട്, ഒരു പ്രത്യേക സിഫത്ത്. അതെന്താ? അന്ത ഇക്സീറും വഗാലി. നബിയെ, തങ്ങൾ ആരാണ്? തങ്ങൾ താഴ്ന്നവനെ മുന്തിയവനാക്കുന്ന ആളാണ്. തങ്ങൾ ആരാണ്? അധപ്പതിച്ചവനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ആളാണ്. തങ്ങൾ ആരാണ്? എരപ്പാളിയെ മാന്യനാക്കുന്ന ആളാണ്. തങ്ങൾ ആരാണ്? ഇക്സീർ. ഇക്സീർ എന്ന് പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇരുമ്പ് ചെമ്പാക്ക. ഇക്സീർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചെമ്പ് സ്വർണമാക്ക, താഴ്ന്നതിനെ മുന്തിയതാക്ക. നബി തങ്ങൾ ആരാ? ഇക്സീറും വഗാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഉമ്മത്ത് അധപ്പതിച്ച് കഴിയാൻ വേണ്ടി വിചാരിക്കല്ല, മറിച്ച് നമ്മുടെ പുരോഗതി. അതാ പറഞ്ഞത്. നിങ്ങളവിടെ കടം വാങ്ങാൻ വേണ്ടി പോയാൽ കടം വാങ്ങണ കൈ ഏതാ? താഴ്ന്ന കൈയാണ്. ഒരു വിധം കയ്യോങ്കിൽ കടം വാങ്ങാൻ നിൽക്കരുത്. ഇനി വാങ്ങുകയാണെങ്കിൽ എന്ത് വേണം? വാങ്ങുമ്പോൾ നല്ല നിയ്യത്ത് വേണം. പടച്ചോനെ, എനിക്ക് ഈ പൈസ വേഗത്തിൽ കൊടുത്തിട്ട് താഴ്ന്ന കൈ മുകളിൽ വെക്കണ കൈയാക്കാൻ ഭാഗ്യമുണ്ടാകണേ. കടം വീട്ടാൻ നിയ്യത്ത് ചെയ്തും കൊണ്ടേ കടം വാങ്ങാവൂ. കുറെ ആളുകൾ പറയും കടം കൊണ്ട് കുടുങ്ങിക്കണ്. എങ്ങനെ കുടുങ്ങാതൊക്കെ? വാങ്ങുമ്പം വീട്ടാൻ ഉദ്ദേശമല്ലല്ലോ. ഉണ്ടോ? വാങ്ങുമ്പം വീട്ടാനുള്ള പ്രാർത്ഥന ഉണ്ടോ? ഹലാലായ ആവശ്യത്തിന് വാങ്ങാണോ? കടം വീട്ടാൻ റബ്ബ് തൗഫീഖ് തരും. വാങ്ങുമ്പോൾ ദ്വാർക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വമിൻ ഗലബത്തിദ് ദൈൻ. കടം പെരുകിയിട്ട് അവിടെയും കൊടുക്കാൻ, ഇവിടെയും കൊടുക്കാൻ, മറ്റോടത്തും കൊടുക്കാൻ, രാത്രി ഉറക്കമല്ല, പകല് ഭക്ഷണം വേണ്ട, കടം കൊടുക്കാൻ ആകെ കുടുങ്ങി. താഴ്ന്ന കൈയായിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സക്കാത്ത്, നമ്മൾ സക്കാത്ത് വാങ്ങാൻ പോകുമ്പോൾ എങ്ങനെ വേണം? ഞാൻ നിങ്ങളെ മുമ്പിൽ സക്കാത്തിന് വന്നാൽ, പടച്ചോനെ, ഈ കൊല്ലം ഞാൻ അയാളെ സക്കാത്ത് വാങ്ങുകയാണ്, അടുത്ത കൊല്ലം ഇത് വാങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് ഇന്നൊന്ന് മാറ്റിത്തരണം പടച്ചോനെ. ഞാനിപ്പോൾ ഫക്കീറായതുകൊണ്ടല്ലേ വാങ്ങേണ്ടി വന്നത്. അള്ളാഹ്ക്ക് വെക്കോരോ എന്നെ ഫക്കീറിന്റെ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ. ഞാൻ മിസ്കീനായതുകൊണ്ടല്ലേ വാങ്ങുന്നത്. ഈ മിസ്കീൻ അവസ്ഥയിൽ നിന്ന് സക്കാത്ത് വാങ്ങുന്ന ആൾ ദ്വാർക്കണം, പടച്ചോനെ, അടുത്ത കൊല്ലം ഈ സക്കാത്ത് വാങ്ങുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റിത്തരണേ. അങ്ങനെയാ സക്കാത്ത് വാങ്ങട്ടെ. അല്ലാതെ സക്കാത്ത് കൊടുക്കണോനെ അടയാളം വെച്ച് പോരലല്ല.
ഈ കൊല്ലം സക്കാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ നോൽമ്പ് 28 അപ്പൊ കൊടുക്കൽ ഏകദേശം തീർന്നിക്കണം. അപ്പോൾ വിചാരിച്ച് അടുത്ത കൊല്ലം നേർത്തെ വരണം. ഓം പിന്നെ സക്കാത്ത് വാങ്ങുന്ന ആളായി തന്നെ പോകുള്ളൂ. കാരണം ഓം അടയാളം വെച്ച് പോരാണ്, വരുന്നല്ലോ ഞാൻ ഫക്കീറാവണം, വരുന്ന കൊല്ലം നേരത്തെ വരണം എന്ന് വിചാരിച്ചാൽ ഞാൻ വരുന്നല്ലോ ഫക്കീറാവണം, വരുന്ന കൊല്ലം ഞാൻ നേരത്തെ ഞാൻ മിസ്കീൻ തന്നെ ആവണം, വരുന്ന കൊല്ലം നേരത്തെ വാങ്ങണം, അപ്പം ഞാൻ കടക്കാരൻ തന്നെ ആകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകത എന്താണെന്നോ, നബിതങ്ങൾ താഴ്ന്നവനെ മുന്തിയവനാക്കും, നബിതങ്ങൾ അധപ്പതിച്ചവനെ ഉന്നതിയിലേക്ക് എത്തിക്കും. അതാണ് മുത്തനബിന്റെ റഹ്മത്ത്. യാ റബ്ബ് യാ റബ്ബ്. ഒരു സംഭവം പറയാം. ഒരിക്കൽ ത്വാഹ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന സാമഗ്രികൾ, അതിലേറ്റവും മുന്തിയതേതാ? ഏറ്റവും മുന്തിയതേതാ? നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ച് വാങ്ങിയതാണ് ഏറ്റവും മുന്തിയ ഭക്ഷണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റൊരു സദക്ക തരുന്ന വിചാരിച്ചിട്ട് കാത്തു നിൽക്കലല്ല, മറ്റൊരിടത്ത് വെറുതെ കിട്ടും എന്ന് കരുതി കാത്തു നിൽക്കലല്ല. നിങ്ങൾ അധ്വാനിച്ച മുതലാണ് നിങ്ങളെ മുതലിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയത്, കൈകൊണ്ട് അധ്വാനിച്ചത്. അതുകൊണ്ടാണ് അധ്വാനിച്ച് പണമുണ്ടാക്കാൻ, അധ്വാനിച്ച് ഐശ്വര്യം നേടാൻ, അധ്വാനിച്ച് കുടുംബം പോറ്റാൻ നബിതങ്ങൾ എത്രയാണ് പ്രേരിപ്പിച്ചത്? നോക്കൂ നിങ്ങൾ, അത്താജിറു സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ, സാമ്പത്തികമായ ഉന്നമനം, സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്കുണ്ടായിരിക്കണം. അതാ റസൂലുള്ളാഹി തങ്ങൾ അത്താജിറു സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ. ആ കച്ചവടക്കാരൻ നാളെ സ്വർഗത്തിൽ അമ്പിയാക്കൾക്ക് കൂടെയാണ്, ഔലിയാക്കളുടെ കൂടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷേ കച്ചവടത്തിൽ എന്ത് വേണം? സത്യസന്ധത വേണം. വരുമാനമുണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് കച്ചവടം, അല്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അറബികൾ ആദ്യമേ ഈ നാട്ടിലേക്കൊക്കെ വന്നത്. എന്തിനു വന്നതാ? രാജ്യം കാണാൻ വന്നതല്ല. അറബികൾ കച്ചവട ആവശ്യത്താണ് ഇന്ത്യയിൽ വന്നത്. അറബികൾ ലോകത്ത് മുഴുവനും പോയത് എന്തിനാണ്? കച്ചവടത്തിനാണ്. ഷാമിലേക്ക് കച്ചവടത്തിന്. ഓരോ രാജ്യങ്ങളിലേക്കും അറബികൾ കച്ചവടത്തിന് പോയി. അവരുടെ രാജ്യത്തെ മദീനയിലുള്ള ഈത്തപ്പഴം അത് പുറം രാജ്യത്ത് കൊണ്ടുപോയി വിൽക്കുക. നമ്മളെ രാജ്യത്ത് നിന്ന് ഇഞ്ചി, നമ്മളെ രാജ്യത്ത് നിന്ന് കുരുമുളക്, നമ്മളെ രാജ്യത്ത് തേക്ക് മരം, നമ്മളെ രാജ്യത്ത് നിന്ന് വിവിധ സമ്പത്തുകൾ അങ്ങോട്ട് കൊണ്ടുപോവുക. കച്ചവടക്കാരനാണ്. എന്തേ? നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് കച്ചവടം. നിങ്ങൾ കച്ചവടം ചെയ്ത് ഉന്നതിയിലേക്ക് എത്തണം. മുസ്ലിമീങ്ങൾ എരപ്പാളികളാകരുത്. മുസ്ലിമീങ്ങൾ ഇങ്ങനെ തെണ്ടി നടക്കുന്നവരാവരുത്. അന്ത യക്സീറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം